കുതിരാൻ മുറ ഫാമിൽ നിന്നും വാങ്ങിയ 2 പോത്തുംകുട്ടികൾ റെജിയേട്ടന്റെ കയ്യിൽ നിന്നും വാങ്ങിയിട്ട് 9 മാസമായി. ഇതിന്റെ വളർച്ച എത്ര കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഈ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയുക. ഒന്ന് 159 കിലോനും അരുത്തത് 179 കിലോനാണ് വാങ്ങിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. അഭിപ്രായം പറയുക. സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഇവർക്ക് സ്വയാത്തോട് കൊടുക്കുന്നതിനെ പറ്റിയുള്ള വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ അതിൽ കുറെ ആൾ കമന്റ് അടിച്ചിരുന്നു, പോത്തിനെ ശരിക്കും കണ്ടിട്ടില്ല, പോത്തിനെ കാണിച്ചാണ്ടുള്ള ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഇതാണ് നമ്മൾ 2 പോത്തുകൂട്ടന്മാര്. ഇവനാണ് അത്യാവശ്യം കുറച്ച് കയറി വന്നിട്ടുണ്ട്. ഇവന്റെ അത്രക്ക് അവനില്ല. വാങ്ങുമ്പോൾ അവനേന്ന് കുറച്ച് വലുത്, പക്ഷെ ആ ഒരു വീടിനനുസരിച്ച് ഇവൻ വന്നിട്ടില്ല. ഇവനാണ് കുറച്ചും കൂടി നമുക്ക് നല്ല കുറച്ച് കയറി വന്നത് പെട്ടെന്ന്. കണ്ടില്ലേ, ഇവനെ നമ്മൾ റെജിയേട്ടന്റെ ഫാമിൽ നിന്ന് വാങ്ങിയതാണ്, തൃശ്ശൂര് കുതിരാൻ. അല്ല, ഇവനാണ് നമ്മളെ ഇവന് ഭയങ്കര കിറുവാണ്, സ്നേഹമാണ് ഇവനെ പിന്നെ ഭയങ്കര പേടി. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ഇതിനെപ്പറ്റി ഈ ഒരു ഫീൽഡിനെ പറ്റി ഒന്നും അറിയാതെ ഞാൻ വന്ന ഒരു ഫീൽഡാണ്. കുറേ ഒരു 5-6 വർഷം മുന്നേ ഈ ഒരു കാര്യം ഒന്നിച്ച് വളർത്തി വലുതാക്കി അതിന് ഒരുമിച്ച് വെക്കുമ്പോൾ ഒരു സംഖ്യ ആവുമല്ലോ, അങ്ങനെ ഒരു തോട്ട് വന്നപ്പോൾ ചെയ്യാന്ന് നമ്മളൊരു സുഹൃത്തിനോട്, അതിൽ വേറെ ഈ നോക്കുന്ന ആളുകളോട്, ഈ പോത്തിനെ സജീവമായി നോക്കുന്ന ആളോട് ഇതെങ്ങനെ ഉണ്ട് എന്നുള്ളത് ചോദിക്കുമ്പോൾ ആദ്യത്തെ ഒരാൾ പറഞ്ഞു, എന്നെ കൊണ്ടൊന്നും കഴിയൂല എന്നുള്ളൊരു വാക്ക് പറഞ്ഞു. അതിൻ്റെ മനസ്സിൽ ഒന്ന് തട്ടി. കാരണം ഒരാളെ കൊണ്ട് കഴിയൂല എന്ന് പറയുന്ന ഒരു സംഭവം എങ്ങനെ കാണിച്ചു കൊടുക്കാന്നില്ല എൻ്റെ അന്നത്തെ തൊട്ട് എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ ഇതിലേക്ക് പിന്നെ വന്നപ്പോൾ എൻ്റെ വർക്കിംഗ് ടൈമിൽ എനിക്ക് കുറച്ചൊരു ഫ്രീ ആയിട്ടുള്ള ഒരു കുറച്ച് ടൈം വന്നപ്പോൾ എന്താണ് ചെയ്യാന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചപ്പോൾ അന്നത്തെ ആ ഒരു തോട്ടും വന്നു. എന്തുകൊണ്ടും ഇതൊന്ന് ചെയ്തു നോക്കാം എന്നുള്ളൊരു ഐഡിയ എൻ്റെ മനസ്സിൽ വന്നു. പോത്ത് വളർത്തുന്ന ഒരു ഐഡിയ, പോത്തിനെ വളർത്തിയാലോ എന്നുള്ളൊരു തോട്ട് എൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെയാണ് ഇതിക്ക് വരുന്നത്. അപ്പം എന്നെ കൊണ്ടൊന്നും കഴിയില്ല എന്ന് പറഞ്ഞു. അത് എനിക്ക് കാണിച്ചു കൊടുക്കാന്നുള്ളൊരു ഒരു വാശിയും കൂടി ഉണ്ടായിരുന്നു. അതോടുകൂടിയാണ് ഇതിക്ക് വന്നത്. എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല, പോത്ത് വളർത്തുന്നതിനെ പറ്റി ഒന്നും അറിയില്ല എനിക്ക്. എന്നിട്ട് ഞാനിത് യൂട്യൂബിൽ കണ്ട് അതിൻ്റെ ഓരോ ഭാഗങ്ങൾ ഫ്രീ ആയ ടൈമിൽ ഇങ്ങനെ കണ്ട് യൂട്യൂബിൽ നിന്ന് കണ്ട് പഠിച്ചതാണ് ഞാൻ. ഓരോ മരുന്ന് കൊടുക്കണതൊക്കെ കണ്ടിട്ടാണ് എനിക്ക് എങ്ങനെ ഇപ്പോൾ ചെയ്യുക, എനിക്കൊരു ഐഡിയ ഉണ്ടായില്ല എങ്ങനെ ഇപ്പോൾ ഇതൊക്കെ ചെയ്യുക, അതിനെ കൊണ്ട് കഴിയുമോ എന്നൊക്കെ നമുക്ക് തോന്നിയിരുന്നു. അപ്പോൾ എനിക്കൊന്നും ഇതിനെ പറ്റി, ഈ ഒരു ഫീൽഡിനെ പറ്റി അറിയില്ല. ഞാൻ ഈ കയറ് പിടിച്ചിൻ്റെ ഒരു പശുക്കുട്ടിൻ്റെ അല്ലെങ്കിൽ മൂരിക്കുട്ടിൻ്റെ കാളക്കുട്ടിൻ്റെ ഇപ്പോൾ പറഞ്ഞ പോത്തുംകുട്ടിൻ്റെ വരെ ഒരു കയറ് പിടിച്ചിൻ്റെ ശീലം പോലും എനിക്കില്ല. പണ്ടെങ്ങാനും നമ്മളെ വീട്ടിൽ ചെറുപ്പകാലത്തിൽ ആടിനെ വളർത്തിയെന്നല്ലാതെ നമ്മളതിൻ്റെ ആ മേഖലയ്ക്കൊന്നും നമ്മൾ നോക്കിയിട്ട് പോലും ഇല്ല. പക്ഷെ ഇതൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്നുള്ളതാണ്, ഒരു സ്ത്രീകൾക്ക് പോലും നോക്കാൻ പറ്റുന്നുള്ളതാണ്. ഈ മുറ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി സോഫ്റ്റാണ്. ഞാനിതിനെ കൊടുന്നേക്ക് വാങ്ങിച്ച പിറ്റേ ദിവസം തന്നെ ഇത് ഒരു പോത്തുംകുട്ടി ചെവി പിടിച്ചിട്ട് തൂണുമ്പോൾ വരതുന്നുണ്ട്. പിന്നെ ആകെ തല പെടച്ചില്. ഞാനിതിൻ്റെ ചെവിയിൽ ഇനി വല്ല പ്രശ്നം പറ്റിക്കണോ, ചെവി പൊട്ടിക്കണോ, വല്ല ചെവിനെ എന്തോ ഒലിച്ചണുണ്ട്. പക്ഷെ എനിക്കറിയില്ല അതെന്താണ് സംഭവം എന്ന് പറയാം. അപ്പോൾ എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ലല്ലോ. പക്ഷേ ആ വീഡിയോ ഒന്നും കണ്ടതിൽ ക്ലീനിങ് പരമായിട്ടുള്ളൊന്നും ഞാൻ കണ്ടുപോകില്ല. അതിന് ചെവി ക്ലീൻ ചെയ്യുന്നതിനെ പറ്റി ഞാൻ നേരെ പോയി മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് അതിന് ചെവിയിൽ ഒറ്റിക്കാല്ല മരുന്ന് വാങ്ങിക്കൊണ്ടുവന്നു. അങ്ങനെ പറഞ്ഞു, ചെവി ഇങ്ങനെ പിടിച്ച് കുടയുണ്ട്. അപ്പോൾ ഞാൻ എന്നിട്ട് അത് പറഞ്ഞിട്ട് അവർ ഒരു തുള്ളി മരുന്ന് തന്നു, ഞാനത് ഒറ്റിച്ചു. പിന്നെ ഞാൻ വീണ്ടും ഫുള്ള് വീഡിയോ ഒന്നുകൂടി കണ്ടു, എന്താ ചെവിൻ്റെ പ്രശ്നം. വേറെ ആളോട് ചോദിച്ചിട്ട് പോലും ഇല്ല. ഞാൻ പറഞ്ഞില്ല, ഫുള്ള് ഞാൻ ഈ ഒരു യൂട്യൂബിൽ കണ്ടിട്ടാണ് ഞാനിതിനെ വാങ്ങിയിട്ടുള്ളത്. വേറെ ആളെ ഒപ്പം കൊണ്ടുപോയിട്ടാണ് വാങ്ങിയത്. പക്ഷെ നമ്മളൊരാളെ കൊണ്ട് എന്തെങ്കിലും നമ്മളെ ഉള്ളിലുള്ള ഒരു ആശയം വേറെ ആളെ കൊണ്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയും അത് വേണ്ട, എന്നോട് കഴിയൂല. വീണ്ടും നമ്മളെ നിരുത്സാഹപ്പെടും. അപ്പം ഞാൻ ആരോടും പറഞ്ഞില്ല, ഞാൻ ഫുള്ള് യൂട്യൂബിൽ കണ്ട് അങ്ങനെ നേരെ വേറെ ആളെ അറിയുന്ന ഒരാളെ കൂട്ടി കുതിരാൻ ഫാമിൽ നിന്നാണ് പോയി വാങ്ങിയത്. പിന്നെ അത് ഫാമിൽ നിന്ന് തന്നെ വാങ്ങാന്നുള്ളൊരു ഐഡിയയിലാണ് ഫാമിൽ നിന്ന് തന്നെ പോയത്, ഈ ഒരു വളർച്ചയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഇത് എത്രത്തോളം വളർച്ച വന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നു വളർച്ച അത്ര കൊണ്ട് വന്നിട്ടില്ല. പിന്നെ ഞാൻ ഈ വർക്കിൻ്റെ ഇടയിൽ ഫുള്ളായിട്ട് ഇതിന് വേണ്ടിയിട്ട് നിന്നിട്ടുമില്ല. കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ഈ പോത്തിൻ്റെ വർക്കും വേണം. പക്ഷേ ഞാൻ വരുന്നതെന്നാൽ 9 മണി നേരം വൈകിട്ടൊക്കെ ചില സമയത്ത് വരുന്നതാണ് വർക്ക് കഴിഞ്ഞിട്ട്. ഒരു 4 മണിക്കൊക്കെ വർക്ക് കഴിഞ്ഞ് വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതിന് ശേഷം നമുക്ക് പോത്തിൻ്റെ ഒപ്പം നിന്ന് അവർക്ക് പുല്ലൊക്കെ വൈകുന്നേരത്തെ വെട്ടി അങ്ങനെയൊക്കെ. ഞാൻ വൈകുന്നേരത്ത് പുല്ലൊന്നും കൊടുക്കില്ല, രാവിലെയും വൈകുന്നേരം കെട്ടിയിട്ട് തന്നെ ഉണ്ടാവില്ല. പിന്നെ കുറച്ച് കയറ്റിയിട്ട് വൈകുന്നേരം കൊടുക്കും. അതാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഈ ഫ്രൂട്ട്സ് വേസ്റ്റ് ഞാൻ എടുക്കും അതിൻ്റെ ഇടയിൽ. പിന്നെ പേടി ഉണ്ടാവും, ഇതിന് എന്തെങ്കിലും പറ്റുമോ, നമുക്കൊന്നും അറിയാത്ത ആൾ ഇതിലേക്ക് വരുമ്പോൾ. പിന്നെ ഒട്ടുമിക്ക ചുറ്റുള്ള ആളുകൾ നമ്മളെ ഫോക്കസ് ചെയ്യും. നമ്മളിതൊരു ഫസ്റ്റ് ഇതിലേക്ക് വരില്ലേ. ഇതിൽ നിലവിൽ കുറേ ആളുകൾ ഇതിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന ആൾ നമ്മളോട് പറഞ്ഞ് വില ഓവറാണ്, നമ്മൾ ഫാമിൽ നിന്ന് നമ്മളൊരു ഏരിയയിൽ ആദ്യമായിട്ട് വാങ്ങുകയാണ്, ഇതിന് റേറ്റ് കൊടുത്തേച്ച് കുറച്ച് കൂടിപ്പോയി. വാങ്ങിച്ചു കൊടുന്ന ഒരു 3 മാസം ഞാൻ തൊഴുത്തുനിന്ന് പുറത്തേക്ക് ഇറക്കാതെ പുല്ലരിഞ്ഞിട്ടാണ് കൊടുത്തിട്ടുണ്ടായിന്. അപ്പം അന്ന് ചെറുതല്ല, അന്ന് ആ ചെറിയ പ്രായത്തിലാകുമ്പോൾ നമുക്ക് പുല്ലരിഞ്ഞാണ്ട് നമ്മളെ കൺട്രോളിൽ കിട്ടും. രാവിലെ പുല്ലരിഞ്ഞിട്ട് വെക്കും, രാവിലെ കൊടുത്തു പോരും. പിന്നെ വൈഫാണ് ഉച്ചയ്ക്ക് ശേഷം കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ വീട്ടുകാർ നോക്കും, വീട്ടുകാർ നമ്മൾക്ക് സപ്പോർട്ടാണെങ്കിൽ ഈ പരിപാടി നല്ല ഉഷാറായിട്ട് പോകും. കഞ്ഞിവെള്ളം കാര്യങ്ങൾ അപ്പുറത്ത് വീട്ടിൽ നിന്ന് കൊണ്ടുവരാനും കാര്യങ്ങൾക്കൊക്കെ വീട്ടുകാരൊപ്പം ഉണ്ടെങ്കിൽ നമുക്കൊന്നുകൂടി ത്രില്ലാവും ഇതിക്ക്. ശുദ്ധിത്യങ്ങളൊക്കെ വെച്ചാൽ ഈ പോത്തുകളെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഈ മിണ്ടാപ്രാണികളെ നാൽക്കാലികളെ നമ്മളെ അടുത്ത് നമ്മൾ പരിപാലിപ്പിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, സന്തോഷം അത് വളരെ കൂടുതലാണ്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ. ആളുകൾ വിറ്റ് കഴിഞ്ഞാലും വീണ്ടും
തൊഴുത്ത് കാലാകുന്നതിന്റെ മുന്നേ കുറച്ച് പൈസ കൂടിയാലും വാങ്ങാൻ പോണത് അതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതില്ലാതാക്കുമ്പോൾ ഒരു പ്രശ്നം, ഒരു പോത്താളും കാര്യങ്ങളും മിണ്ടാപ്രാണികളും ഒപ്പം ഇല്ലാതാക്കുമ്പോൾ ഒരു ഒറ്റക്കാവുന്ന ഒരു ഫീല് ഉണ്ടാവുന്നതാണ് കർഷകർക്ക്. അതുകൊണ്ടാണ് പോലും വീണ്ടും പോയി കണ്ട് ഇനി വില നോക്കാതെ 5 റുപ്യ കൂടിയാലും വേഗം പോയി വാങ്ങുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഏത് ഐറ്റം ആണെങ്കിലും നമ്മളെങ്ങനെ പരിപാലിക്കുന്ന അതിനനുസരിച്ചിരിക്കും. ഏത് തീറ്റയാണ് അതൊന്നും ഇതല്ല, തീറ്റ കൊടുക്കണം, പക്ഷെ അതിനെ പരിപാലിക്കുന്നതും അതിനോടുള്ള അറ്റാച്ച്മെന്റും ബാക്കി കാര്യങ്ങളും പുല്ലരിഞ്ഞ് വൈകുന്നേരത്ത് കൊടുക്കണം, അതിനെങ്ങനെ പരിപാലിക്കുന്നത് അതിനനുസരിച്ചിരിക്കും. ഇപ്പോൾ ഞാൻ വാങ്ങുന്നതിന്റെ അടിയിൽ എനിക്ക് ഇതിനെപ്പറ്റി വലിയ അറിവൊന്നും ഇല്ലാത്ത വളർത്തിയതല്ല. അപ്പൊ അതിന്റെ അടിയിൽ ഇപ്പോൾ പരിചയമുള്ള ആള് ഫാമിൽ നിന്ന് വാങ്ങിയ പോത്തിനെ ഒരു 7 മാസം കൊണ്ട് വിറ്റ് അയാൾക്കൊരു 40,000 റുപ്യ കിട്ടി. അതങ്ങനെ ആകുമ്പോൾ 25 റുപ്യ വാങ്ങിയ ആൾ 65 റുപ്യ കൊടുത്തു. അപ്പൊ ഞാൻ വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു 9 മാസമായി. അപ്പൊ ഞാൻ വാങ്ങുമ്പോൾ തന്നെ ഫാമിൽ നിന്നായതുകൊണ്ട് ചെറിയ കുട്ടിയായതുകൊണ്ട് അതിന്റെ കേട് കഴിയാൻ കുറച്ച് ടൈം എടുത്തു. അത് കേട് കഴിഞ്ഞിട്ടുള്ളതാകുമ്പോൾ പിന്നെ നമ്മൾ നോക്കണതൊക്കെ നമുക്ക് ബെനിഫിറ്റ് ആണ്. അങ്ങനെ ഒരു മാസത്തിന്റെ കണക്ക് അങ്ങനെ കൂടും. കേട് കഴിഞ്ഞ് എടുക്കണ പോത്തിനെ നമ്മൾ പരിപാലിക്കുന്നു, നമ്മൾ തീറ്റ കൊടുക്കണം, ബാക്കിയുള്ള എഫേർട്ട് എടുക്കുന്നതിനനുസരിച്ച് ബോഡിയിൽ കയറും. അപ്പൊ എല്ലാവരും വാങ്ങുമ്പോൾ കേട് കഴിഞ്ഞിട്ടുള്ള നല്ല വൃത്തിയുള്ളതിന് തന്നെ എടുക്കാൻ നോക്കുക പരമാവധി. നന്ന് ചെറിയ കുട്ടി എടുത്താൽ എടുക്കുമ്പോൾ കുറച്ച് വലുതെടുക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ചെറുത് എടുക്കുമ്പോൾ എന്താ വെച്ചാൽ വില കുറയുന്നത് നമ്മൾ കണക്ക് കൂട്ടും. പക്ഷെ കുറച്ചും കൂടി വലുതാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വിൽക്കാൻ കഴിയും. പിന്നെ ഫാമിൽ നിന്ന് എടുക്കുന്ന പോത്താവുമ്പോൾ വയസ്സാവാത്തൊരു പ്രശ്നമുണ്ട് വിൽക്കുമ്പോൾ. പോത്ത് വലിയ സൈസ് ആക്കണം, പക്ഷെ 2 വയസ്സായിട്ടുണ്ടാവില്ല. അതാണ് മുറ പോത്തിന്റെ ഒരു ഇങ്ങനെ ഒട്ടുമിക്ക ആളുകൾക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാവും. നമ്മൾ വാങ്ങുമ്പോൾ ഒരു 5 മാസമോ 6 മാസം കാലം നമ്മുടെ അടുത്ത് കിട്ടുമ്പോൾ ഉണ്ടാവും, പക്ഷെ അപ്പം തന്നെ വലിയ വലിപ്പം ഉണ്ടാവും കുട്ടികൾ. പിന്നെ ഇത്